ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ഒരു 5 മിനിറ്റാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അത് എന്തായാലും 4 ചോദ്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. ആ 4 ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. കാരണം NMMS എക്സാമിന് നമുക്ക് ഉറപ്പിക്കാവുന്ന മാർക്കാണ് ഈ 4 ചോദ്യങ്ങൾ. ഒരു ചോദ്യം എന്തായാലും ചോദിക്കും. ഇതേപോലുള്ള പ്രധാനപ്പെട്ട ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഒരു സീരീസ് തുടങ്ങുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. കാരണം 4 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഒരു 5 മിനിറ്റ് മാത്രം മതി ഈ 4 ചോദ്യങ്ങൾ പഠിക്കാൻ. അവിടെ നിങ്ങൾക്ക് ഒരു മാർക്ക് ലഭിച്ചിരിക്കും. ഈ ഒരു മാർക്ക് നഷ്ടപ്പെടുത്താതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഒരു കാര്യം കൂടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് മാത്രമേ ഞാൻ ക്ലാസ് ഇടുള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് ചോദ്യങ്ങളെല്ലാം വേഗത്തിൽ സെറ്റാക്കാം. ആദ്യത്തെ ചോദ്യം: ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദത്തിൽ വരുന്ന മാറ്റം എന്ത്? ഉത്തരം: അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദത്തിൽ വരുന്ന മാറ്റം എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പർവ്വത ആരോഹകർക്ക് മുകളിലെത്തുമ്പോൾ മൂക്കിൽ നിന്ന് അല്ലെങ്കിൽ ഉയരത്തിലേക്ക് പോകുമ്പോൾ മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നതിന് കാരണം എന്ത്? ഉത്തരം: പുറമേയുള്ള അന്തരീക്ഷ മർദ്ദം കുറയുകയും രക്തത്തിലെ രക്തസമ്മർദ്ദം കൂടുതലായിരിക്കുകയും ചെയ്യുന്നതിനാലാണ് പർവ്വതാരോഹകർക്ക് മുകളിലേക്ക് പോകുന്തോറും, അതായത് ഉയരം കൂടുതൽ സ്ഥലത്തെത്തുമ്പോൾ അവരുടെ മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവാൻ കാരണം. ഈ 2 ചോദ്യങ്ങളും ഒന്നുകൂടെ നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദത്തിൽ വരുന്ന മാറ്റം എന്ത്? ഉത്തരം: അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പർവ്വതാരോഹകർക്ക് മുകളിലേക്ക് പോകുന്തോറും മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നതിന് കാരണമെന്ത്? ഉത്തരം: പുറമേയുള്ള അന്തരീക്ഷ മർദ്ദം കുറയുകയും ശരീരത്തിലെ രക്തസമ്മർദ്ദം പുറമേയുള്ള അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടുതലായിരിക്കുകയും ചെയ്യുന്നതിനാലാണ് പർവ്വതാരോഹകർക്ക് ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അക്വേറിയത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന കുമിളകളുടെ വലുപ്പം കൂടി വരുന്നതിന്റെ കാരണം എന്ത്? ഉത്തരം: മുകളിലേക്ക് വരുംതോറും ദ്രാവകമർദ്ദം കുറയുന്നതിനാലാണ് അക്വേറിയത്തിൽ നിന്ന്, അതായത് അക്വേറിയത്തിന്റെ അടിഭാഗത്ത് നിന്ന് മുകളിലേക്ക് കുമിളകൾ വരുമ്പോൾ മുകളിലെത്തുമ്പോഴേക്കും അതിന്റെ വലുപ്പത്തിൽ വർധനവുണ്ടാവുന്നുണ്ട്. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ മുകളിലേക്ക് വരുംതോറും ദ്രാവകമർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റബ്ബർ സക്കറുകൾ മിനുസമുള്ള പ്രതലങ്ങളിൽ ഒട്ടിപ്പിടിക്കാൻ കാരണമെന്ത്? റബ്ബർ സക്കറുകൾ മിനുസമുള്ള പ്രതലങ്ങളിൽ ഒട്ടിപ്പിടിക്കാൻ കാരണം എന്ത്? ഉത്തരം: സക്കറിനുള്ളിലെ വായുമർദ്ദം പുറമേയുള്ള അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കുറവായതിനാലാണ് റബ്ബർ സക്കറുകൾ മിനുസമുള്ള പ്രതലങ്ങളിൽ ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ 4 ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. മൂന്നാമത്തെ ചോദ്യം ഒന്നുകൂടെ പറയാം. അക്വേറിയത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന കുമിളകളുടെ വലുപ്പം കൂടി വരുന്നതിന്റെ കാരണം എന്ത്? ഉത്തരം: മുകളിലേക്ക് വരുംതോറും ദ്രാവകമർദ്ദം കുറയുന്നതിനാലാണ് അക്വേറിയത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന കുമിളകളുടെ വലുപ്പം കൂടി വരുന്നത്. നെക്സ്റ്റ്: റബ്ബർ സക്കറുകൾ മിനുസമുള്ള പ്രതലങ്ങളിൽ ഒട്ടിപ്പിടിക്കാൻ കാരണം. ഉത്തരം: സക്കറിനുള്ളിലെ വായുമർദ്ദം പുറമേയുള്ള അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കുറവായതിനാലാണ് റബ്ബർ സക്കറുകൾ മിനുസമുള്ള പ്രതലങ്ങളിൽ ഒട്ടിപ്പിടിക്കുന്നത്. ഓക്കെ, ഈ 4 ചോദ്യങ്ങളും മർദ്ദവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ ഒരു ചോദ്യം നമുക്ക് എന്തായാലും ഉറപ്പിക്കാം. അതുകൊണ്ട് മക്കൾ ഈ 4 ചോദ്യങ്ങളും നിർബന്ധമായും പഠിച്ചിരിക്കുക. നോട്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. ഗ്രൂപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇത്തരത്തിലുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം, ചുരുങ്ങിയത് 4-5 ക്വസ്റ്റ്യൻസേ ഒരു ക്ലാസ്സിൽ പറയുകയുള്ളൂ. നിങ്ങൾക്കൊരു മാക്സിമം ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ടൈം പോവില്ല. നിങ്ങൾ എന്തായാലും ഇത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അത് ആരുടേതായാലും ചെറിയ എന്താ പറയുക 4-5 ക്വസ്റ്റ്യൻസ് പറയുന്നതാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്ന ഓർമ്മയിൽ പഠിക്കുക. നിങ്ങൾക്ക്
എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വിജയാശംസകൾ. എല്ലാവരും പഠിക്കാൻ കഴിവുള്ളവരാണ്. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും NMMS നേടാനുള്ള സാധ്യത നമ്മുടെ മുമ്പിൽ തുല്യമായിട്ടാണ് നിൽക്കുന്നത്. കൂടുതൽ പഠിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കൂടുതൽ എഫേർട്ട് എടുക്കുന്നവർക്ക്, കൂടുതൽ ഹോംവർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും NMMS ലഭിക്കും. സോ ഓൾ ദി ബെസ്റ്റ്. സീ യു സൂൺ.